ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ തലക്കറിയും കപ്പ വേവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് അല്ലേ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് ഈ തലക്കറിയും അതേപോലെ കപ്പയും. അപ്പോൾ ഈ രീതിയിലൊന്ന് കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ല്, തലക്കൊരു ഉലുമ്പ് സ്മെല്ലുണ്ടല്ലോ, അതൊന്നും അറിയത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിക്ക്. ഇത് കേരമീൻ്റെ തലയാട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ കേരമീൻ്റെ തല എല്ലാം പീസാക്കി കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ചീനിയും കൊത്തിയരിഞ്ഞ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വേവിക്കാൻ വേണ്ടി. അപ്പം തലക്കറി വെക്കാൻ വേണ്ടി ചുവന്നുള്ളിയാണ് ഏറെ എടുക്കേണ്ട കേട്ടോ. ഒരു 10-20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പുളി കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ. തലക്കറി വെക്കുമ്പോൾ പുളി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ഇട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ചെറുതായിട്ടൊന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സാധാരണ മീൻ കറി വെക്കുന്ന പോലെ ഇത് കറി വെച്ചാൽ ഒരു ഉളുമ്പ് സ്മെല്ലായിരിക്കും. കാരണം തലയ്ക്ക് ഒരു ഉളുമ്പ് സ്മെല്ലുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴുകുന്ന സമയത്ത് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴിയാൻ മതി. അതേപോലെ ഈ രീതി കറി വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ബാഡ് സ്മെൽ ഉണ്ടാകത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഇരിക്കും തോറും കറിക്ക് നല്ല രുചിയുമാണ് കേട്ടോ. അപ്പം ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് എല്ലാം വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇത് വലിയ തലയായതുകൊണ്ട് ചാറിന് അത്രയും മുളക് പൊടി വേണം. 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതേപോലെ തക്കാളി ഇടുന്നില്ല, പച്ചമുളക് ഇടുന്നില്ല. ഈ 3 ഒഴിവാക്കി കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. നമ്മൾ മീനച്ചിറക കൂട്ടുന്ന പോലെ ഇരിക്കും, അതേപോലെ രുചിയാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ആ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളത്തോടൊപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി കുതിർക്കാൻ വെക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർക്കാൻ വെക്കുക. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തോടൊപ്പം അങ്ങ് ചേർക്കാം, അല്ലെങ്കിൽ ചിലപ്പം കല്ലും മണ്ണൊക്കെ കാണും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ചേർത്തിട്ട് അത് ചെറുതായിട്ട് തിള വന്നപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻതല ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് മുങ്ങിക്കിടക്കണം, എന്നാലേ അതിൻ്റെ മസാലകളൊക്കെ ഒരേപോലെ എല്ലായിടത്തും പിടിക്കത്തുള്ളൂ. അപ്പോൾ മസാല എല്ലായിടത്തും ഒരേപോലെ പിടിക്കാൻ വേണ്ടി ഇതേപോലെ പീസുകളാക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വലിയ തല അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിലോട്ടൊക്കെ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും എളുപ്പമാണ്. ഉപ്പും മുളകും പുളിയും എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചീനി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചീനിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, വെന്ത് വരാറായി. പെട്ടെന്ന് വേവുന്ന കപ്പയാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 5-6 ഞാൻ കാന്താരിമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടല്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ചീനിയുമായിട്ട്, അതായത് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞാൽ ചീനിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചീനിയുടെ വെന്തറെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ കറിയും വെന്തിട്ടുണ്ട്, മീനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണ് നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ പെർഫെക്റ്റ് തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാറ് കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്. അതിന് ഒരു 5 മിനിറ്റും കൂടെ ഇതേപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ചാറൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റാണ്, ഇരിക്കും തോറും രുചി കൂടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു വരുത് കേട്ടോ. അപ്പം കുറച്ച് കാന്താരി ചമ്മന്തിയും കൂടെ ഇതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. അപ്പം ഓക്കെ, താങ്ക് യു.